നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അങ്ങിങ്ങ് ആക്രമണം. പാർട്ടി ഓഫീസുകളും വാഹനങ്ങളും തകർത്തു. വീടുകൾക്ക് നേരെ കല്ലേറ്. വിധിയെറിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. കൗണ്ടിംഗ് കേന്ദ്രത്തിന് കനത്ത കാവൽ. കൂട്ടിക്കിഴിച്ച് മുന്നണികൾ. ജില്ലാ പഞ്ചായത്ത് നേടുമെന്ന് UDF-ഉം LDF-ഉം. ദേശീയപാതയിലെ ലോറി പാർക്കിംഗ്. പൊറുതിമുട്ടിയ ജനം പ്രതിഷേധവുമായി രംഗത്ത്. അപകട ഭീഷണി ഉയർത്തി വൈദ്യുതി തൂൺ. മാരിയമ്മ ക്ഷേത്രത്തിന് മുന്നിൽ ജനം ഭീതിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ അങ്ങിങ്ങ് ആക്രമണം. ഇരിണിയിൽ സ്ഥാനാർത്ഥിയുടെ വീടും വാഹനവും ആക്രമിച്ചു. കാനത്തൂരിൽ പാർട്ടി ഓഫീസിന് നേരെ കല്ലേറുണ്ടായി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വീടുകൾക്ക് നേരെയും കല്ലേറുണ്ടായി. ത്രിതല തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം ജില്ലയിൽ അങ്ങിങ്ങ് ചെറിയ അക്രമങ്ങൾ നടന്നു. തെരഞ്ഞെടുപ്പ് വേളയിൽ സ്ഥിതി ശാന്തമായിരുന്നെങ്കിലും അതിനുശേഷമാണ് പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. മുടിയാർ ഗ്രാമപഞ്ചായത്തിലെ ഇരിയണ്ണിയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച T. കുഞ്ഞിരാമൻ്റെ വീടും കടയും അടിച്ചു തകർത്തു. ജീപ്പ് മറിച്ചിട്ടു. അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ കുഞ്ഞിരാമൻ്റെ ഭാര്യയ്ക്ക് പരിക്കേറ്റു. അതുപോലെ കാനത്തൂരിൽ CPM ഓഫീസായ EK നായനാർ സ്മാരക മന്ദിരം ഒരു വിഭാഗം ആളുകൾ അടിച്ചു തകർത്തു. കാനത്തൂരിലെ വ്യാപാരികളായ വിശ്വനാഥൻ നമ്പ്യാർ, E. ശ്രീധരൻ എന്നിവയുടെ കടകൾ ഒരു പറ്റം ആളുകൾ അടിച്ചു തകർത്തു. ഇവർ രണ്ടുപേരും CPM പ്രവർത്തകരാണ്. അങ്കടിമുഖർ സഹകരണ ബാങ്ക് പ്രസിഡന്റും CPM പ്രവർത്തകനുമായ ബാഡൂരിലെ ഹസനുൽ ബണയെ ഒരു സംഘം ആളുകൾ ആക്രമിച്ചു. ഗുരുതര പരിക്കുകളോടെ ഇദ്ദേഹത്തെ ആശുപത്രി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. SFI കുമ്പള ഏരിയ ജോയിന്റ് സെക്രട്ടറി കട്ടത്തടുക്ക സ്വദേശി ഹസനെ പരിക്കേറ്റ നിലയിൽ ആശുപത്രി പ്രവേശിപ്പിച്ചു. പിലിക്കോട് ചന്തേര AUP സ്കൂൾ ബൂത്തിലേക്ക് ചിലർ കുപ്പിയെറിഞ്ഞത് പ്രശ്ന കാരണമായി. പോലീസ് എത്തി ഇവരെ വിരട്ടി ഓടിക്കുകയായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വിധിയെറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ബാലറ്റ് പെട്ടിക്ക് ശക്തമായ സുരക്ഷയാണ് എല്ലാ കേന്ദ്രങ്ങളിലും ഒരുക്കിയിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വിധി നവംബർ 7-ാം തീയതി അറിയാനിരിക്കെ ബാലറ്റ് പെട്ടികൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിൽ ചെറിയ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ പൊതുവെ സമാധാനപരമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കുറവാണെങ്കിലും ചിലയിടങ്ങളിൽ നല്ല പോളിംഗ് നടന്നു. ബാലറ്റ് പെട്ടികൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ചാണ് പോലീസുകാർ കാവൽ നിൽക്കുന്നത്. നവംബർ 7-ാം തീയതി രാവിലെ 8 മണിയോടെ ഓരോ കേന്ദ്രങ്ങളിലും വോട്ടെണ്ണൽ ആരംഭിക്കും. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് അടക്കമുള്ള വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂട്ടിക്കിഴിച്ച് കക്ഷികൾ. ജില്ലാ പഞ്ചായത്തിൽ പ്രതീക്ഷയർപ്പിച്ച് LDF-ഉം UDF-ഉം. ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും നില മെച്ചപ്പെടുത്തുമെന്ന് UDF-ഉം LDF-ഉം അവകാശപ്പെട്ടു. BJP-യും ഏറെ പ്രതീക്ഷയിലാണ്. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ച അവസാനിച്ചുവെങ്കിലും ഇനിയുള്ള ദിനങ്ങൾ ആകാംക്ഷയുടെയും ഉത്കണ്ഠയുടെയും നാളുകളാണ്. നവംബർ 7-ന് രാവിലെ 8 മണി മുതൽക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. അതുവരെ സ്ഥാനാർത്ഥികളും അവരുടെ പാർട്ടി നേതാക്കളും കൂട്ടിയും കിഴിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള 17 സീറ്റിലും കനത്ത പോളിംഗ് ആണ് ഉണ്ടായിരുന്നത്. ഇടതുമുന്നണിയും UDF-ഉം ഒരുപോലെ മിക്ക വാർഡുകളിലും പ്രതീക്ഷ വെച്ച പുലർത്തുന്നുണ്ട്. LDF-ന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫയും UDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി AJC ബഷീറും മത്സരിച്ച വാർഡുകളിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ജില്ലയിൽ മൊത്തം പോളിംഗ് 78.6% രേഖപ്പെടുത്തിയത്. വോട്ടെടുപ്പ് സമയത്ത് ഒരു പോളിംഗ് ബൂത്തിലും അക്രമ സംഭവങ്ങൾ നടന്നില്ല എന്നത് ഏറെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. വോട്ടർമാരുടെ എണ്ണത്തിൽ ഇത്തവണ 1 ലക്ഷം വർധന ഉണ്ടായിട്ടുണ്ട്. ഈ വർധന പോളിംഗിൽ കാണാത്തത് ഇരുമുന്നണികളിലും ആശങ്ക ഉളവാക്കിയിരിക്കുകയാണ്. ഇതൊരു ഫുട്ബോൾ മത്സരമല്ല, ഒന്നാം തരം രാഷ്ട്രീയ പോരാട്ടമാണ്. ഈ ചിത്രം കാണുക. Manchester United have done all they can. That Rooney goal was enough for the 3 points. Manchester City are still alive here. Balotelli, Aguero! രാഷ്ട്രീയം ഒരു കളിയാണെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ അത് ഫുട്ബോൾ പോലെ അറ്റാക്കിങ്ങും ഡ്രിബ്ലിങ്ങും നിറഞ്ഞ ഒന്നാണെന്ന് മനസ്സിലായത് ഈ വീഡിയോ കണ്ടപ്പോഴാണ്. Just heard the news at the Stadium of Light. 2 goals in added time for Manchester City to snatch the
the title away from Manchester United. നാട് എവിടെയുമാവട്ടെ, പാർട്ടി ഏതുമാവട്ടെ, രാഷ്ട്രീയം ഇവിടെ പൊരിഞ്ഞ പോരായി മാറുകയാണ്. Landon Donovan, or thinks on here for the USA. Can they do it here? Cross, and Dempsey's denied again, and Donovan has scored! Oh, can you believe this? പന്തിന് പിറകിലെന്ന പോലെ എതിർ പാർട്ടിക്കാരനെ ആക്രമിക്കാൻ കുറേ ആളുകൾ മൈതാന മധ്യത്തിലൂടെ ഓടുകയാണിവിടെ. മുന്നിൽ നല്ല ഒന്നാം തരം ഗോൾ പോസ്റ്റ് ഉണ്ട്. എന്നാൽ ലക്ഷ്യം പന്ത് കൊണ്ട് വലനിറയ്ക്കലല്ല, കൈക്കരുത്ത് കൊണ്ട് സ്കോർ ചലിപ്പിക്കലാണെന്ന് തോന്നുന്നു. ഇത് ഒറ്റപ്പെട്ട ഒരു കാഴ്ചയല്ല. ഓരോ തെരഞ്ഞെടുപ്പും ഇതുപോലുള്ള അനേകം ചിത്രങ്ങൾ നാടിന് സമർപ്പിക്കാറുണ്ട്. പരസ്പരം തല്ലുന്നത് മാത്രമല്ല, തങ്ങളുടെ പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത വയസ്സന്മാരെയും രോഗികളെയും ചുമന്നും കസേരയിലിരുത്തിയും കൊണ്ടുവരുന്ന പ്രവൃത്തിയും സങ്കടം പകരുന്ന കാഴ്ച തന്നെയാണ്. ഓരോ ബൂത്തിന് മുന്നിലും വെറുതെ ഒന്ന് നിന്നാൽ മതി, ഇങ്ങനെ എത്രയെത്ര പാവങ്ങളെയാണ് വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് പിടിച്ചുവലിച്ച് കൊണ്ടുവരുന്നത്. ജനാധിപത്യത്തിന് കരുത്തേകുന്ന സമ്മതിദാനാവകാശം അതിപ്രധാനമാണെന്ന കാര്യത്തിന് എതിരു നിൽക്കാനാവില്ല. എന്നാൽ ഒന്നിനും വയ്യാത്ത പാവങ്ങളെ ഇത്രയേറെ പ്രയാസപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ഒരിക്കലും മനസ്സിലാവുന്നില്ല. ലബികുട്ടിയാനം, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാതയിൽ ലോറികൾ നിർത്തിയിടുന്നതിനെതിരെ നാട്ടുകാർ രംഗത്ത്. മഞ്ചേശ്വരം ഉദ്യാവരയിലാണ് ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. മഞ്ചേശ്വരം ഉദ്യാവരയിൽ ദേശീയപാതയിൽ അനധികൃതമായി ലോറികൾ നിർത്തിയിടുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം. ചൊവ്വാഴ്ച രാവിലെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. 100ഓളം പേർ പങ്കെടുത്തു. ഉദ്യാവരയിലെ വാഹന ഗ്യാരേജ്, സിമന്റ് ഫാക്ടറി എന്നിവയ്ക്ക് മുമ്പിൽ ദിനംപ്രതി എന്നോണം നിരവധി ലോറികളാണ് വന്നു നിൽക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള അപകടത്തിന് കാരണമാകുന്നു. നാട്ടുകാരിൽ ഒരാൾ KCN ന്യൂസിനോട്, ഇവിടെ അടുത്ത് തന്നെ 100 മീറ്ററിൽ സ്കൂളുണ്ട്, ഇപ്പുറത്തെ 100 മീറ്ററിൽ ഒരു മദ്രസയുണ്ട്, പള്ളിയുണ്ട്. ഇതിലേക്ക് ബൈക്കും നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കുറേ പ്രാവശ്യം പറഞ്ഞിട്ടും ഈ തലപ്പാടി മുതൽ ഈ മഞ്ചേശ്വരം വരെ ലൈനിലെ വണ്ടിയാണ്, എപ്പോൾ നോക്കിയാലും ലോറിയാണ്. അപകടങ്ങൾ ഒരു 6 മാസത്തിനിടയിൽ ഒരുപാട് അപകടങ്ങൾ നടന്നു. അപ്പോൾ എല്ലാം ഒരു പ്രാവശ്യം വണ്ടി മാറ്റും, പിന്നെ വീണ്ടും വണ്ടി ഇങ്ങനെ ഇടും. പോലീസ് മേധാവികൾ, കലക്ടർ, ഹൈവേ പോലീസ് എന്നിവർക്കെല്ലാം പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരുവിധ ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ചൊവ്വാഴ്ച രാവിലെ നാട്ടുകാരും ഗാരേജിലെ ആൾക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. വാക്കുതർക്കത്തിനിടെ ഗാരേജിൽ നിന്ന് വന്ന ഒരാൾ നാട്ടുകാരനെ മർദ്ദിച്ചു. ഇതിനിടെ മഞ്ചേശ്വരം പോലീസ് സംഭവസ്ഥലത്തെത്തി അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കി. ഇനി മുതൽ ഈ പ്രദേശത്ത് നോ പാർക്കിംഗ് എന്ന ബോർഡ് സ്ഥാപിക്കുമെന്ന് മഞ്ചേശ്വരം SI P പ്രമോദ് പറഞ്ഞു. ഉദ്യാവര മുതൽ തുമിനാട് വരെ ഇനി വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നും P പ്രമോദ് നിർദ്ദേശിച്ചു. ചൊവ്വാഴ്ച 4 മണിക്ക് മഞ്ചേശ്വരം റഫ ഹാളിൽ നാട്ടുകാരുടെയും ലോറി ഉടമകളുടെയും സ്ഥാപന ഉടമകളുടെയും ഒരു യോഗം SI P പ്രമോദ് വിളിച്ചു ചേർത്തു. ഇവിടെ വാഹനങ്ങൾ നിർത്തരുതെന്ന് കോടതി ഉത്തരവുണ്ടെന്നും നാട്ടുകാരിൽ ഒരാൾ KCN ന്യൂസിനോട് പറഞ്ഞു. അവരടുത്തും പല പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതുണ്ട്, വണ്ടി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ദാമോദർ ഗാരേജിൻ്റെ മേലെ കംപ്ലയിൻറ്റ് കൊടുത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് കൊടുത്തപ്പോൾ രണ്ടാമത് പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തത് മീറിയിട്ട് ഇങ്ങനെ വണ്ടി വെച്ച് റോഡിൽ പണി ചെയ്യുന്നുണ്ട്. അത് ചെയ്യാൻ പാടില്ല എന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് കളക്ടറെടുത്തും പറഞ്ഞ് NH RTO അതുപോലെ തന്നെ പഞ്ചായത്തിലും അവർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലും കൊടുത്ത് അതിന് പിന്നെ പഞ്ചായത്ത് ലൈസൻസും കൊടുത്ത് ഇവർക്ക് ഇങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട്. റഹ്മാൻ, ഉദ്യാവര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരം പാവൂരിലുള്ള സ്നേഹാലയത്തിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം നവംബർ 5 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. P കരുണാകരൻ MP യാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മഞ്ചേശ്വരം പാവൂരിൽ 2009 മുതൽ പ്രവർത്തനം ആരംഭിച്ചു വരുന്ന സ്നേഹാലയ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പുതിയ കെട്ടിടം നവംബർ 5 ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. P കരുണാകരൻ MP യാണ് ഉദ്ഘാടകൻ. മംഗലാപുരം രൂപത അധ്യക്ഷൻ ഡോക്ടർ അലോഷ്യസ് പോൾ ഡിസൂസ ആശീർവചന കർമ്മം നിർവഹിക്കും. ನವೆಂಬರ್ 5ನೇ ತಾರೀಕಿನಂದು ಸಂಜೆ 4ವರೆಗೆ ಹೊಸದಾಗಿ ಕಟ್ಟಿದಂತಹ ಈ ಮಾನಸಿಕ ಅಸ್ವಸ್ಥರಿಗಾಗಿ ಹೊಸದಾಗಿ ನಿರ್ಮಿಸಿದಂತಹ ಕಟ್ಟಡದ ಉದ್ಘಾಟನಾ ಕಾರ್ಯಕ್ರಮವು ನೆರವೇರಲಿದೆ. ಇದರ ಉದ್ಘಾಟನಾ ಕಾರ್ಯಕ್ರಮವನ್ನು ನೆರವೇರಿಸಲು ನಮ್ಮ ಸಂಸದರಾದ P ಕರುಣಾಕರನ್ ರವರು ಉದ್ಘಾಟನೆ ನೆರವೇರಿಸಲಿದ್ದಾರೆ. ಇದರ ಆಶೀರ್ವಚನ ಕಾರ್ಯಕ್ರಮವನ್ನು ಮಂಗಳೂರು ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಧರ್ಮಾಧ್ಯಕ್ಷರಾದ ರೆವರೆಂಡ್ ಡಾಕ್ಟರ್ ಅಲೋಷಿಯಸ್ ಪೌಲ್ ರವರು ಆಶೀರ್ವಚನ ನೀಡಲಿದ್ದಾರೆ ಮತ್ತು ಹಲವಾರು ಗಣ್ಯ അതിഥികൾ പാൽക്കൊള്ളലിದ್ದಾರೆ. 100ഓളം അന്തേവാസികളെ പൂർണ്ണ സൗഖ്യത്തോടെ അവരവരുടെ വീടുകളിൽ എത്തിക്കാൻ സ്നേഹാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്കും മംഗലാപുരം വെൻലോക്ക് ആശുപത്രിയിലേക്കും 800ഓളം പേർക്ക് എല്ലാ ദിവസവും ഭക്ഷണം നൽകാൻ സ്നേഹാലയത്തിന് സാധിക്കുന്നുണ്ട്. മാനസിക രോഗികളായ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായൊരു സ്ഥാപനം നിർമ്മിക്കാനും സ്നേഹാലയത്തിന് പരിപാടിയുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജോസഫ് ക്രാസ്റ്റ, തോമസ് ഡിസൂസ എന്നിവർ പങ്കെടുത്തു.
നിട്ടടുക്കം മാരിയമ്മ ദേവി ക്ഷേത്രത്തിന് മുന്നിലെ വൈദ്യുതി കമ്പികൾ അപകട ഭീഷണി ഉയർത്തുന്നു. അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. നിട്ടടുക്കം മാരിയമ്മ ദേവി ക്ഷേത്രത്തിന്റെ കൊടിമരത്തോട് ചേർന്നുള്ള വൈദ്യുതി കമ്പികൾ അപകട ഭീഷണി ഉയർത്തുന്നു. നിരവധി പേർക്ക് ഷോക്കേറ്റിട്ടും വൈദ്യുതി കമ്പികൾ മാറ്റിസ്ഥാപിക്കാൻ നടപടിയായിട്ടില്ല. ഇക്കഴിഞ്ഞ നവരാത്രി ആഘോഷത്തിനിടെ ധ്വജാരോഹണ വേളയിൽ കുട്ടികൾക്ക് ഷോക്കേറ്റിരുന്നു. നേരത്തെയും നിരവധി പേർക്ക് ഷോക്കേറ്റിരുന്നെങ്കിലും വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരാതി ഗൗരവമായി എടുത്തിരുന്നില്ല. ഭീതിയോടെയാണ് ഭക്തർ ഇതിനെ കാണുന്നതെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. നവരാത്രി ഉത്സവ സമയത്ത് വളരെ ഭീതിയോടുകൂടിയാണ് ഇവിടെ ഞങ്ങൾ പെരുമാറുന്നല്ല നമ്മൾ കാണുന്നത്. കാരണം ഇത് പലപ്പോഴും ഷോക്ക് കൊണ്ട് ഈ നവരാത്രി ഉത്സവ സമയത്ത് 2 കുട്ടികൾക്ക് ഷോക്ക് പറ്റി. പന്തൽ കിട്ടുന്ന സമയത്ത് ഡിന്നർ സെറ്റുകാരന് ഷോക്കേറ്റു. അങ്ങനെ വർഷം തോറും ഉള്ള ഒരു സ്ഥിരം ഒരു പതിവാണിത്. അതുകൊണ്ട് അധികാരികളുടെ പല പ്രാവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അപ്പം ഇത് ഇനി കഴിഞ്ഞ 2014 അഷ്ടബന്ധ കലശത്തിന് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഇത് വരുന്ന സമയത്ത് അവർ ആ പന്തലിൽ ഇടുന്ന സമയത്താണ് ഒരാൾ ബോധം കെട്ട് വീഴുന്നതും. അതൊക്കെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതൊരു നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ അമ്പല കമ്മിറ്റികൾ തന്നെ ഇവിടെ വരുന്നവർ തന്നെ ഭീതിയോടുകൂടിയാണ് വരുന്നത്. അതുകൊണ്ട് ഈ ലൈൻ മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാൻ വേണ്ട നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് പറയുന്നു. കൊടിമരത്തോട് ചേർന്ന് നിൽക്കുന്ന കമ്പികൾ ഏത് നിമിഷവും മുറിഞ്ഞു പോകുമെന്ന നിലയിലാണ്. സുരക്ഷിത സ്ഥാനമായി കാണുന്ന ദേവാലയത്തിന് മുകളിൽ വൈദ്യുതി കമ്പികൾ അപകട ഭീഷണി ഉയർത്തുമ്പോൾ നടപടിയെടുക്കാതെ മാറി നിൽക്കുന്ന അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് മടിക്കൈ കുഞ്ഞിക്കണ്ണന്റെ 20ാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു. മടിക്കൈ അമ്പലത്തറയിൽ അനുസ്മരണ സമ്മേളനവും നടത്തി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ മടിക്കൈ കുഞ്ഞിക്കണ്ണന്റെ 23ാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു. മടിക്കൈയിൽ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങൾക്ക് അടിത്തറയിട്ട നേതാവാണ് മടിക്കൈ കുഞ്ഞിക്കണ്ണൻ. മടിക്കൈ അമ്പലത്തറയിൽ അനുസ്മരണ സമ്മേളനം നടന്നു. അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ബംഗളം കുഞ്ഞികൃഷ്ണൻ സ്മൃതി കുടീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. കെ കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. എ ദാമോദരൻ, എൻ ബാലകൃഷ്ണൻ, വി കൃഷ്ണൻ എരിക്കുളം എന്നിവർ സംസാരിച്ചു. എ കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. സനമായി പ്രധാന വാർത്തകൾ വീണ്ടും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അങ്ങിങ്ങ് ആക്രമണം. പാർട്ടി ഓഫീസുകളും വാഹനങ്ങളും തകർത്തു. വീടുകൾക്ക് നേരെ കല്ലേറ്. വിധിയെറിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. കൗണ്ടിംഗ് കേന്ദ്രത്തിന് കനത്ത കാവൽ. കൂട്ടിക്കിഴിച്ച് മുന്നണികൾ. ജില്ലാ പഞ്ചായത്ത് നേടുമെന്ന് UDF-ഉം LDF-ഉം. ദേശീയപാതയിലെ ലോറി പാർക്കിംഗ്. പൊറുതിമുട്ടിയ ജനം പ്രതിഷേധവുമായി രംഗത്ത്. അപകട ഭീഷണി ഉയർത്തി വൈദ്യുതി തൂൺ. മാരിയമ്മ ക്ഷേത്രത്തിന് മുന്നിൽ ജനം ഭീതിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.